ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ 1-2 വീഡിയോയിൽ നമ്മൾ പ്രൈമറി സെക്കൻഡറി ആൽക്കഹോൾസിനെയും അതുപോലെ അമീൻസിനെയും തിരിച്ചറിയാനുള്ള ചില ടെസ്റ്റുകളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അതായത് ഒരു പ്രൈമറി അമീനെ എങ്ങനെ തിരിച്ചറിയും, അത് ആൽക്കൈൽ അമീനായാലും അരൈൽ അമീനായാലും എങ്ങനെ ഒരു ടെസ്റ്റ് കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം. ഫോർ ആൽക്കൈൽ, ദാറ്റ് ഈസ് CH3NH2, അത് നമ്മൾ ജനറലായിട്ട് അമീൻസ് എന്നാണ് പറയുക. എന്നാൽ C6H5NH2 ആണെങ്കിൽ നമ്മളതിനെ അനിലീൻ എന്നാണ് വിളിക്കുക. അപ്പം രണ്ടും പ്രൈമറി അമീനാണ് അല്ലേ. അതായത് അമോണിയയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവാണ്. അമോണിയയിൽ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് കിട്ടുന്ന NH2, അതുണ്ടെങ്കിൽ അത് പ്രൈമറി ആയിരിക്കും. 2 ഹൈഡ്രജൻ മാറ്റി NH വരുമ്പോൾ സെക്കൻഡറി, പിന്നെ 3 ഹൈഡ്രജൻ മാറ്റി N വരുവാണെങ്കിൽ ടേർഷ്യറി. അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ NH2 ഗ്രൂപ്പിംഗ് ഉള്ള കോമ്പൗണ്ട്സിന് മാത്രം ഉള്ള ഒരു ടെസ്റ്റാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് കാർബിൽ അമീൻ റിയാക്ഷൻ. കാർബിൽ അമീൻ റിയാക്ഷൻ. ഈ കാർബിലമിൻ എന്ന് പറയുന്നത് ഒരു ഒഫൻസീവ് ഓർഡറുള്ള, അതായത് നമുക്കൊരു രൂക്ഷഗന്ധം, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഫൗൾ സ്മെല്ലുള്ള ഒരു കോമ്പൗണ്ടാണ്. ഇപ്പോൾ ലബോറട്ടറിയിലൊക്കെ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ നിൽക്കാനേ പറ്റില്ല, അത്രയ്ക്കും. അതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് ആസിഡ് ഒഴിച്ച് ന്യൂട്രലൈസ് ചെയ്ത് സിങ്കിലേക്ക് ഒഴിക്കാനാണ് പറയുന്നത്. എങ്കിലും ഞങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ശബ്ദങ്ങൾ പുറത്തുനിന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാർബിലമീൻ എന്താണെന്ന് നോക്കാം. അപ്പം നമുക്കൊരു സിമ്പിൾ അമീൻ എഴുതാം, RNH2. ഇവിടെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് CHCl3 ക്ലോറോഫോമും അതുപോലെ തന്നെ ആൽക്കലിയുമാണ്. KOH നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന കോമ്പൗണ്ട് നമ്മൾ സിമ്പിളായിട്ട് എഴുതുവാണെങ്കിൽ RNC. N എടുത്തു, C എടുത്തു. പിന്നെ നമുക്ക് ഇവിടെ H2 ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഉണ്ട്, Cl ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. സോ യു ഗെറ്റ് KCl പ്ലസ് H2O. പിന്നെ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കണം. RNC ഓക്കെ. പിന്നെ ഇവിടെ H2, ഈ ഒരു H2ഉം ഈ ഓയും കൂടെ എടുത്താൽ H2 എടുത്ത്. പക്ഷേ ഇവിടെ Cl3 ഉള്ളതുകൊണ്ട് നമുക്ക് പൊട്ടാസ്യവും 3 എടുക്കണം, അങ്ങനെ 3 KCl ആവും. അപ്പോൾ ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് 3 H2O. അപ്പോൾ 3 ഹൈഡ്രജനും, ഇവിടെ 1 ഹൈഡ്രജനും, ഇവിടെ 2 ഹൈഡ്രജനും. അപ്പോൾ RNC, ഇതിൻ്റെ പേരാണ് ആൽക്കൈൽ, അല്ലെങ്കിൽ നമ്മൾ C6H5 ആണ് എടുക്കുന്നതെങ്കിൽ അരൈൽ എന്നാവും. അരൈൽ ഐസോസയനൈഡ്. ഈ ഐസോസയനൈഡിന് മറ്റൊരു പേരുണ്ട്, ഐസോനൈട്രൈൽ. നൈട്രൈൽ എന്ന് പറയും. അതുമല്ലെങ്കിൽ അതിൻ്റെ പേരാണ് കാർബിൽ അമീൻ. കാർബിൽ അമീൻ. ഈ ഒരു റിയാക്ഷൻ കൊണ്ട് നമുക്ക് നമ്മളുടെ കയ്യിലുള്ളത് പ്രൈമറി അമീനാണോ സെക്കൻഡറി അമീനാണെന്ന് വേഗത്തിൽ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഇത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി വെച്ച് ഈ ടെസ്റ്റ് പെർഫോം ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല, ഉണ്ടാകുന്ന കാർബിലമീനിൽ നമ്മൾ ആസിഡ് ഒഴിച്ച് അതിനെ അങ്ങ് നിർവീര്യമാക്കി കളയുകയും വേണം ഉടൻ തന്നെ. ഓക്കെ, ഇപ്പോൾ ഈ RNC എന്ന് എഴുതുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഈ ഐസോസൈനൈഡ്. എനിക്കൊന്ന് മീഥൈൽ ഐസോസൈനേറ്റ് എന്നൊരു വാതകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഭോപ്പാൽ ട്രാജഡിയുടെ കാരണക്കാരനായിട്ടുള്ള ഐസോസൈനേറ്റാണ്. ഇത് NC. CN ഗ്രൂപ്പിനെ നമ്മൾ സയനൈഡ് എന്ന് പറയും. RCN ആണെങ്കിൽ നമ്മൾ സയനൈഡ് എന്ന് പറയും. RNC ആണെങ്കിൽ ഐസോസൈനൈഡ് ആവും. ഇപ്പോൾ ഇതിൻ്റെ ബോണ്ടിങ് പറഞ്ഞാൽ RNC ആണ്. അപ്പോൾ എന്തായാലും Nൻ്റെ വാലൻസി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഈ ബോണ്ടിങ് ഈ രീതിയിലാണ് വരയ്ക്കുന്നത്, RN+C-. നമ്മളത് സാധാരണ എഴുതാറില്ല, അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു ഫോർമേഷനാണ് നമ്മൾ കാർബിലമീൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതൊരു സ്പെഷ്യൽ റിയാക്ഷനായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാവുന്നതാണ്. സോ ദിസ് ഈസ് ഫോർ ഡിസ്റ്റിങ്വിഷിങ് primary amines, alkyl as well as aryl amines, or amines and anilines. Okay.